പഠിക്കാൻ പണമില്ലാത്തതുകൊണ്ട് സ്കൂളിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരു 13 വയസ്സുകാരൻ തൻ്റെ നാടിനെ മുഴുവൻ പട്ടിണിയിൽ നിന്ന് രക്ഷിക്കുമെന്ന് ആരെങ്കിലും കരുതൂ? ആഫ്രിക്കയിലെ മലാവി എന്ന കൊച്ചു ഗ്രാമത്തിൽ നടന്ന ലോകത്തെ മുഴുവൻ അത്ഭുതപ്പെടുത്തിയ വില്യം കാങ്കോംബ എന്ന ബാലൻ്റെ വിശ്വസിക്കാനാവാത്ത അതിജീവനത്തിൻ്റെ കഥയാണ് ദ ബോയ് ഹൂ ഹാർനസ്ഡ് ദ വിൻഡ്. ഇത് വെറുമൊരു സിനിമയല്ല, കഠിനമായ യാഥാർത്ഥ്യമാണ്. എല്ലാവർക്കും സ്വാഗതം. നമുക്കൊരു കഥ കേട്ടാലോ. 2001 ആഫ്രിക്കയിലെ മലാവിയെ പിടിച്ചുകുലുക്കിയ അതിഭീകരമായ വരൾച്ചയിലാണ് ഈ കഥ തുടങ്ങുന്നത്. മഴ പെയ്യാതെ കൃഷിയിടങ്ങളെല്ലാം ഉണങ്ങിക്കരിഞ്ഞു. ഒരു നേരത്തെ ആഹാരത്തിനായി ആളുകൾ തമ്മിലടിക്കുന്ന അവസ്ഥ. വില്യാമിൻ്റെ കുടുംബത്തിനും മറ്റൊരു വഴിയുമില്ലായിരുന്നു. സ്കൂൾ ഫീസ് അടയ്ക്കാൻ പണമില്ലാത്തതിനാൽ അവനെ സ്കൂളിൽ നിന്ന് പുറത്താക്കി. പക്ഷേ തോറ്റു കൊടുക്കാൻ അവൻ തയ്യാറല്ലായിരുന്നു. സ്കൂൾ ലൈബ്രറിയിൽ ഒളിച്ചു കയറി അവൻ പുസ്തകങ്ങൾ വായിച്ചു. അവിടെ വെച്ചാണ് കാറ്റിൽ നിന്ന് വൈദ്യുതി ഉണ്ടാക്കാമെന്ന വലിയ അറിവ് ആ 13കാരൻ നേടിയെടുക്കുന്നത്. തൻ്റെ ഗ്രാമത്തിൽ വീശുന്ന കാറ്റിനെ ഉപയോഗിച്ച് ഒരു മോട്ടോർ പ്രവർത്തിപ്പിച്ചാൽ ഭൂമിക്കടിയിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്യാമെന്നും ഉണങ്ങിയ കൃഷിയിടങ്ങളെ വീണ്ടും ജീവിപ്പിക്കാമെന്നും അവൻ തിരിച്ചറിഞ്ഞു. ഇതിനായി ആക്രി സാധനങ്ങളും പഴയ സൈക്കിൾ ഭാഗങ്ങളും അവൻ ശേഖരിക്കാൻ തുടങ്ങി. എന്നാൽ സ്വന്തം അച്ഛൻ പോലും അവനെ വിശ്വസിച്ചില്ല എന്നതാണ് സത്യം. നാട്ടുകാർ അവനെ ഭ്രാന്തൻ എന്ന് വിളിച്ച് പരിഹസിച്ചു. ഒടുവിൽ തൻ്റെ അച്ഛൻ്റെ ഏക സമ്പാദ്യമായ സൈക്കിൾ കഷ്ണങ്ങളാക്കാൻ അനുവാദം ചോദിച്ച വില്യാമിനെ അച്ഛൻ വീട്ടിൽ നിന്ന് പുറത്താക്കി. പക്ഷേ മകൻ്റെ കണ്ണിലെ നിശ്ചയദാർഢ്യം കണ്ട അച്ഛൻ ഒടുവിൽ മനസ്സ് മാറി തൻ്റെ സൈക്കിൾ അവന് നൽകി. ഗ്രാമവാസികൾ മുഴുവൻ പരിഹാസത്തോടെ നോക്കി നിൽക്കെ മരക്കഷ്ണങ്ങൾ കൊണ്ട് നിർമ്മിച്ച വലിയ ടവറിന് മുകളിൽ അവൻ തൻ്റെ കാറ്റാടി യന്ത്രം സ്ഥാപിച്ചു. കാറ്റ് വീശിയപ്പോൾ ആ യന്ത്രം സാവധാനം കറങ്ങി തുടങ്ങി. പൈപ്പിലൂടെ വെള്ളം കുതിച്ചു ചാടി. ഉണങ്ങിക്കരിഞ്ഞ ആ മണ്ണിലേക്ക് വെള്ളം ഒഴുകിയപ്പോൾ ആ നാട് മുഴുവൻ സന്തോഷത്തോടെ ആർത്തു വിളിച്ചു. അന്ന് ഭ്രാന്തനെന്ന് വിളിക്കപ്പെട്ട ആ കുട്ടി ഇന്ന് ലോകമറിയുന്ന എഞ്ചിനീയറാണ്. പ്രതിസന്ധികളിൽ തളരാതെ പോരാടിയ വില്യം കാങ്കോംബെ നമുക്ക് നൽകുന്ന സന്ദേശം ഒന്നേ ഉള്ളൂ: ശ്രമിച്ചാൽ മാറ്റാൻ കഴിയാത്ത വിധി ഒന്നുമില്ല. ഈ സിനിമ കണ്ടിട്ടുള്ളവർ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇതുപോലെ സിനിമയുടെ ലോകത്തെ വിസ്മയിപ്പിക്കുന്ന കഥകൾ ഇനിയും കേൾക്കാൻ നമുക്കൊരു കഥ കേട്ടാലോ എന്ന നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ മറ്റൊരു മനോഹരമായ സിനിമയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.